ഹലോ, വെൽക്കം ബാക്ക് ടു സോഫീസ് കിച്ചൺ. ഇന്ന് വെക്കുന്നത് 6 കിലോ ചിക്കൻ എങ്ങനെ കുറുമ വയ്ക്കാം. അതിൻ്റെ കറക്റ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അധികം എരിവൊന്നുമില്ലാതെ വളരെ ടേസ്റ്റി ആയിട്ടാണ് ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു വീട്ടിൽ, അന്നേരം വച്ചതാണ്. എന്തായാലും ഇതെല്ലാവരും നിങ്ങളുടെ അളവിലുള്ളത് വെച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനും ഷെയർ ചെയ്യണം. ഓക്കെ, ഇതിനായിട്ട് 6 കിലോ ചിക്കനാണ്. മീറ്റ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഏറ്റവും വലിയ പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ക്ലീൻ ആക്കലാണ്. എന്നുവെച്ചാൽ ഓരോ പീസും എടുത്തെടുത്ത് വേണം ക്ലീൻ ആക്കേണ്ട. കാരണം ഒരുപാട് വേസ്റ്റ് ഉണ്ടാവും ഈ ചിക്കനിൽ. പിന്നെ പാടി ഇതൊക്കെ ആയിട്ടുണ്ടാവും ഒരുപാട്. അപ്പോൾ ഓരോ പീസുകളും എടുത്ത് അതിൻ്റെ ഇതെല്ലാം കളഞ്ഞ് ക്ലീനാക്കി. എപ്പോഴും ചെറിയ ചെറിയ പീസുകളാണ് ടേസ്റ്റ്, വലിയ പീസാക്കിയിട്ടാണ് ടേസ്റ്റ് ഉണ്ടാവില്ല. അതിനകത്തൊക്കെ ശരിക്കും മസാല പിടിക്കുന്നുണ്ടെങ്കിൽ പീസ് ബീഫാണെന്നുണ്ടെങ്കിൽ ചിക്കൻ എന്താണെന്നുണ്ടെങ്കിലും ഏത് മീറ്റാണെന്നുണ്ടെങ്കിലും ഒന്ന് ചെറുതാക്കിയിരുന്ന ഏറ്റവും നല്ലത്. അങ്ങനെ എല്ലാ പീസുകളും ചെറിയ ഇതിനകത്തുള്ള എല്ലാ കഷ്ണങ്ങളും ഞാൻ ചെറിയ ചെറിയ പീസുകളാക്കി കഴുകി ഇത് 2 അരിപ്പപ്പാത്രത്തിലായിട്ട് ഇട്ട് വെക്കുന്നത്. വേസ്റ്റാണ്, 6 കിലോ ചിക്കൻ്റെ വേസ്റ്റാണ് ഈ കാണുന്നത്. ഇത്രയും വേസ്റ്റാണ് കിട്ടിയത്. ഇനി അതിന് ശേഷം നമുക്കിത് ഓരോ പാർട്ടായിട്ട് എടുത്തിട്ട് അരിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് അരിപ്പൊടി ഇട്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലീൻ ആവും. ചിക്കൻ ആണെന്നുണ്ടെങ്കിലും എന്ത് മീറ്റാണെന്നുണ്ടെങ്കിലും അരിപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലീൻ ആവും. അപ്പോൾ ഒന്നിച്ച് കഴുകാൻ പറ്റില്ല, കാരണം ഒത്തിരി ഉള്ളതുകൊണ്ട് ഓരോ ഭാഗമായിട്ട് അരിപ്പൊടി ഇട്ട് കഴുകിയെടുത്ത്. ഓക്കെ, ഇനി ഇതിന് മൊത്തമായിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 250 ഗ്രാം ഗാർലിക്കും 250 ഗ്രാം ജിഞ്ചറുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനകത്ത് കുറച്ചിപ്പോൾ ഞാനിപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ അളവുകളെല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട്. പെപ്പർ 1.5 സ്പൂൺ പെപ്പറാണ് എടുത്തിട്ടുള്ളത്. എല്ലാം സെയിം മെഷർമെൻറ്റുള്ള സ്പൂണാണ് ഉള്ളത്. അപ്പോൾ അതേ രീതി തന്നെ നിങ്ങളും അത് ഉപയോഗിച്ചാൽ മതി. ഗരം മസാല 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ മസാല ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനിത് ഉണ്ടാക്കുന്നത് ചിക്കൻ കുറുമയാണ്. അതായത് ചിക്കൻ കുറുമയാകുമ്പോൾ ഇത് വെളുത്താണ് ഇരിക്കുന്നത്, ഇത്തിരി പാൽ കളറായിരിക്കും. പക്ഷെ ഞാനിതിനകത്ത് കാശ്മീരി ചില്ലിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടെ ഒരു കളർ ചേഞ്ചിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി ഞാൻ 2 സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഉണങ്ങിയൊരു പാത്രത്തിൽ ഇതിൻ്റെ ഇവിടുന്ന് പറിച്ച വേപ്പിലയാണ്. അത് പൂത്തക്കണയാണ് വേപ്പ് പൂത്ത് നല്ല രസമാണ് അതിൻ്റെ പൂ കാണാനായിട്ട്. കണ്ടില്ലേ, നല്ല രസമില്ലേ കാണാൻ? ആ പൂ എടുത്ത് മാറ്റി ഇനി വേപ്പില ആദ്യം ഞാൻ അതിനകത്ത് കുറച്ചിടും. കുറച്ച് നമ്മളിപ്പോൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടില്ലേ, ആ മസാലയും കുറച്ച് തൂകി ഒരു ലെയർ ആദ്യം ഇട്ടു. ഈ ചിക്കൻ്റെ പീസ് ഒരു ലെയർ ഇടും. പിന്നെ അതിൻ്റെ മുകളിലേക്ക് വീണ്ടും കുറച്ച് മസാല ഇട്ട്. അപ്പോൾ ഓരോരോ ലെയറായിട്ടാണ് ചെയ്യണത്. കാരണം ഒന്നിച്ച് നമ്മൾ ഈ 6 കിലോക്ക് ഒന്നിച്ച് മസാല തേക്കുമ്പോൾ അത് ശരിക്കും എല്ലാത്തിലേക്കും ശരിക്കും എല്ലാത്തിനും പിടിക്കില്ല. അപ്പോൾ ഒരെണ്ണം ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ തട്ടിക്കൊടുത്ത് വീണ്ടും മസാല ഇട്ട് വീണ്ടും അത് നമ്മളിങ്ങനെ പുട്ടുണ്ടാക്കാൻ അടുക്കടുക്ക് വയ്ക്കില്ല, എന്നാൽ മാതിരിയാണ് ഇപ്പോൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാത്തിലും ശരിക്കും മസാല പിടിക്കും. കണ്ടോ, ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് സുഖമായിട്ടത് ഫുള്ളായിട്ട് മസാല വരണ്ട് കിട്ടും എല്ലാത്തിലും. കണ്ടില്ലേ, സെറ്റായി എല്ലാത്തിനും നന്നായിട്ട് മസാല വരണ്ടിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യാനായിട്ട് 2 പാനാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തീരുമല്ലോ. 2 പാനിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുവാണ്. ഫ്രൈ ചെയ്യാതെയാണ് മിക്കവരും വെക്കാറുള്ളത്. പക്ഷേ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് വേറെ തന്നെയാണ്. കുറുമയാണെന്നുണ്ടെങ്കിലും ചിക്കൻ റോസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. ബാക്കിയായി 250 ഗ്രാം ഇഞ്ചിയും ഗാർലിക്കും ഉള്ളത് ബാക്കിയാണത്. ഇത് ഞാൻ ഗ്രേവിക്ക് വേണ്ടിയാണ്. ഒരു 22 പച്ചമുളക് എടുക്കുന്നുണ്ട്. ഈ 6 കിലോ ചിക്കന് വേണ്ടിയിട്ട് 22 പച്ചമുളക് എടുക്കുന്നുണ്ട്. ഒരു കിലോ കൊണ്ട് ഒരു അല്പം കൂടിയുണ്ട്, ഒരു വാളം കൂടിയുണ്ട്. അത്രയും ഉള്ളിയുണ്ട് എടുക്കുന്നുണ്ട്. അത് 1 കിലോ ഫുള്ളെടുത്ത് പിന്നെ ഉണ്ടായതിൽ കുറച്ചും കൂടെ ഞാൻ എടുത്തു. ഒരു 10 സവാളയും 1 കിലോ പ്ലസ് ഉള്ളിയും എടുത്തിട്ടുണ്ട്. 10 സവാളയുണ്ട്. ഇതെല്ലാം ഇതൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഈ പാനൊന്നൊന്ന് ഷെയ്ക്ക് ചെയ്യണം. അപ്പോൾ എല്ലാം ശരിക്കും അതിനകത്തേക്ക് നന്നായിട്ട് വേകാനായിട്ട് എല്ലാത്തിനും സ്പേസ് കിട്ടും.
നമുക്ക് ജിഞ്ചറും ഗാർലിക്കും ഒന്ന് പേസ്റ്റ് ആക്കാം ആദ്യം. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാം പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞ് ഫ്രൈ പാനിലുള്ളൂ. നമുക്കൊരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. അതിൻ്റെ കൂടെ ഉള്ളി ഒന്ന് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ആ ഉള്ളി ഒന്ന് ചൂടായി കഴിയുമ്പോൾ വേണം സവാള സ്ലൈസ് ചെയ്ത് ഇടാനായിട്ട്. ഓക്കെ, ഞാൻ 10 സവാള സ്ലൈസ് ചെയ്ത് അതും ഇതിനകത്തേക്ക് ഇടുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റാം. പിന്നെ ഞാൻ ആ ഫ്രൈ ചെയ്ത പാനിലുണ്ടായ എണ്ണ ഇതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട്. അത് ഒഴിച്ചപ്പോൾ ഒന്നുകൂടി ഇത്തിരി കൂടെ റെഡിഷ് കളർ വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ സ്റ്റൂവിൻ്റെ വൈറ്റ് കളറ് എനിക്കത്ര കാര്യമില്ല. അപ്പോൾ ഞാൻ കുറച്ച് റെഡിഷ് കൂടെ ആവാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. 22 പച്ചമുളക് അതിനകത്തേക്ക് ഇട്ടു. ഇനി വഴറ്റി വെച്ചിട്ടുള്ള പച്ച മസാലയിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചിടുമ്പോൾ കറി ഒന്ന് കുറുകി വരും. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന മസാല ശരിക്കും പറഞ്ഞാൽ കുറവാണ്. 4 വലിയ ടൊമാറ്റോ കൊണ്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടെ മസാല തോന്നിക്കാനായിട്ടാണ് ആ ചെയ്യണത്. ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടു. ഗരം മസാല ഇടുന്നുണ്ട്. ഒരു 1.5 സ്പൂണോളം 2 സ്പൂണോളം ഇടുന്നുണ്ട് ഗരം മസാല. ഒരു 2 സ്പൂണോളം പെപ്പർ പൗഡർ ഇട്ടു. ചിക്കൻ മസാല ഇടുന്നുണ്ട്. 2 സ്പൂണോളം ചിക്കൻ മസാല. 2-2.5 സ്പൂണോളം ഇടാം. പിന്നെ ഉപ്പ് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഉപ്പ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ആ 4 ടൊമാറ്റോ പേസ്റ്റ് ആക്കിയിട്ട് അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഉപ്പ് നോക്കാം, ഉപ്പ് കുറവാണ് ഒരല്പം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ചേർക്കാം. ആ മാറ്റി വെച്ച മസാല ഒന്ന് ചൂടാറി കഴിഞ്ഞപ്പോൾ അതൊന്ന് മിക്സിയിലിട്ട് അടിച്ചു. അധികം പേസ്റ്റ് ആണോന്നില്ല, ഒരുവിധം. ഓക്കെ, ആ പേസ്റ്റോട് കൂടി ഇതിനകത്തേക്ക് ഇടാം. നമ്മൾ തക്കാളി അടിച്ചാൽ ഇതിനകത്തിനാണ് ഇട്ട് വീണ്ടും അടിച്ചത്. ഇതിനകത്ത് ആഡ് ചെയ്യണ വെള്ളം ചൂടുവെള്ളം ആയിരിക്കണം, പച്ചവെള്ളം ആഡ് ചെയ്യരുത്. ഒരിക്കലും നമ്മൾ മസാല ഇങ്ങനെ വഴറ്റി കഴിഞ്ഞിട്ട് അധികമൊക്കെ വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, ചൂടുവെള്ളം ആഡ് ചെയ്യണം ഏറ്റവും നല്ലത്. പച്ചവെള്ളം ആഡ് ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ എന്നാലും നമ്മൾ ടേസ്റ്റിനൊക്കെ കുറച്ചുകൂടെ ടേസ്റ്റൊക്കെ മുന്നിട്ട് നിൽക്കാനായിട്ട്. ഞാൻ ആദ്യം അതിനകത്ത് മല്ലിപ്പൊടി ആഡ് ചെയ്തു, പക്ഷേ ഞാൻ അത് വീഡിയോ എടുത്തില്ല ഞാനത്. ഇപ്പോൾ വീണ്ടും ആഡ് ചെയ്യണേന്ന്. അപ്പോൾ ടോട്ടൽ ഒരു 250 ഗ്രാമോളം ഞാൻ മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം 100 ഗ്രാമോളം ആഡ് ചെയ്തു. ഞാൻ ഫ്രൈ ചെയ്തതെല്ലാം ഇതിനകത്തേക്ക് തട്ടുന്നുണ്ട്. ഇതൊന്ന് തട്ടിക്കൂട്ടി വെച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. മെയിനായിട്ടുള്ള സാധനം ഒഴിക്കാനുണ്ട്. മെയിനായിട്ട് ഇതിനകത്ത് ഇടാനുള്ളത് ഒരു 1.5 സ്പൂണോളം വെള്ള കസൂസ് എടുത്തിട്ടുണ്ട്. അതും ഒരു തേങ്ങയും ഒരു കപ്പ്, അതായത് നമ്മുടെ ഒരു കയ്യിലുള്ള നമ്മുടെ കയ്യിൽ കൊള്ളണത്രയും കാഷ്നട്ട് ഉണ്ട്, അതും ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. കാഷ്നട്ടും കോക്കനട്ടും വെള്ള കസൂസും അത് നന്നായിട്ട് അടിച്ചിട്ട് നമുക്കിതിനകത്തേക്ക് ഒഴിക്കാം. ഇപ്പോൾ കാശ്മീരി ചില്ലി ആഡ് ചെയ്തുകൊണ്ടാണ് ഈ റെഡിഷ് കളർ കാണുന്നത്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ വെറുതെ വെളുത്ത് തന്നെ ഇരിക്കുള്ളൂ ഇത്. പക്ഷെ അതിനകത്ത് കുറച്ചൊരു മോചനത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെയൊന്ന് ആഡ് ചെയ്തത്, കാശ്മീരി ചില്ലി ആഡ് ചെയ്തതും ആ ഓയിൽ ഒഴിച്ചതും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. നമ്മൾ മസാല വഴറ്റിയിട്ട് അതെടുത്ത് മിക്സിയിലടിച്ചിടുമ്പോൾ ഒന്നുകൂടി നന്നായിട്ട് ഗ്രേവി നല്ല തിക്കായിരിക്കും. അപ്പോൾ മസാലയുടെ അളവ് കുറവ് മതിയാവും. ഇന്ന് അതൊന്ന് താളിച്ചൊഴിക്കാനായിട്ട് ഉള്ളി ഇട്ടു. നമ്മൾ വറ്റൽമുളകും വേപ്പിലയൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂട്ടി വരുമ്പോൾ നമുക്കത് കറിയിലേക്ക് കൊട്ടാം. കുറച്ച് മുളക് പൊടി നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് ഒരല്പം കാശ്മീരി ചില്ലി ആഡ് ചെയ്തിട്ടാണ് റോസ്റ്റിലേക്ക് കൂട്ടുന്നത്. അപ്പോൾ നല്ല കളർഫുള്ളായിരിക്കും. ഇതിനകത്ത് മുളക് പൊടി ഇടണ്ട, വറ്റൽമുളക് മാത്രം ഇട്ടാൽ മതി. എന്തായാലും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല അടിപൊളി ചിക്കൻ കുറുമയാണ്. എന്തായാലും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.